Hi everyone, welcome English Challenge in the 10th ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 9 ദിവസം വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ ഇപ്പോൾ വീഡിയോയുടെ ഒരു പ്ലേലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത ഇംഗ്ലീഷ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ആ വീഡിയോസ് മുഴുവൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ 10ാമത്തെ ദിവസത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഹോം വർക്കിൻ്റെ ആൻസർ കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 സെൻറ്റൻസസ് ആണ് ആസ് യൂഷ്വൽ ഞാൻ നിങ്ങളുടെ ലാസ്റ്റ് ഡേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തെ സെൻറ്റൻസ് ഞാൻ എൻ്റെ തെറ്റ് സമ്മതിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ എൻ്റെ തെറ്റ് സമ്മതിക്കുന്നു എന്നുള്ളത് ഒത്തിരി പേര് ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേരുടെ ശരിയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഒരുപാട് പേര് തെറ്റിച്ചതായിട്ട് കണ്ടു. ഓക്കെ, അതിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഒക്കെയാണ് ഒരുപാട് പേര് എഴുതിയിരുന്നത്. ഓക്കെ, അപ്പോൾ റൈറ്റ് ആയിട്ടുള്ള ആൻസർ അഡ്മിറ്റ് മൈ മിസ്റ്റേക്ക് എന്നുള്ളതാണ്. ഐ അഡ്മിറ്റ് മൈ മിസ്റ്റേക്ക്. ഓക്കെ, അപ്പോൾ തെറ്റായിട്ട് ഉത്തരം എഴുതിയവർ ഒന്നുകൂടെ അതൊന്ന് എഴുതിയെടുത്ത് പ്രാക്ടീസ് ചെയ്തോ. ഐ അഡ്മിറ്റ് മൈ മിസ്റ്റേക്ക്. രണ്ടാമത്തെ സെൻറ്റൻസ് എനിക്കൊന്ന് ചിന്തിക്കണം എന്നുള്ളതായിരുന്നു. എനിക്കൊന്ന് ചിന്തിക്കണം എന്ന് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ഐ ഹാവ് ടു തിങ്ക്. ഐ വിൽ ഹാവ് ടു തിങ്ക്. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി ഐ വിൽ ഹാവ് ടു തിങ്ക്. ഇപ്പോൾ ഹോംവർക്കിനുള്ള ആൻസേഴ്സ് ഒക്കെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പം പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ബുക്കും പെന്നൊക്കെ എടുത്ത് റെഡി ആയിക്കോ. ഇതുവരെ നമ്മൾ 180 സെൻറ്റൻസസ് പഠിച്ചു. ഇന്ന് നമ്മൾ 20 സെൻറ്റൻസ് കൂടെ പഠിക്കുന്നതോട് ചേർത്ത് നമ്മൾ അങ്ങനെ 200 സെൻറ്റൻസസിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഒന്നാമത്തെ സെൻറ്റൻസിലേക്ക് കിടക്കാം. അവനൊരു കഠിന ഹൃദയനാണ്. ഓക്കെ, ചില സമയങ്ങളിലൊക്കെ നമ്മൾ പറയാറുള്ളൊരു സെൻറ്റൻസ് അല്ല, അവനൊരു കഠിന ഹൃദയനാണ്. ഓക്കെ, നമ്മൾ ലോല ഹൃദയം എന്നൊക്കെ പറയും. പക്ഷെ ഒരുപാട് സമയങ്ങളിൽ നമ്മൾ പറയേണ്ട ഒരു അവസ്ഥ വരും. അവനൊരു കഠിന ഹൃദയനാണ് എന്നൊക്കെ നമ്മൾ പറയും. എങ്ങനെയാണ് നമുക്കത് ഇംഗ്ലീഷിൽ പറയാനായിട്ട് സാധിക്കുക? ഹി ഈസ് എ ഹാർട്ട് ഹാർട്ടഡ് പേഴ്സൺ. ഓക്കെ, he is a heart-hearted person. Okay, എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിക്കേ. he is a heart-hearted person. അവനൊരു കഠിന ഹൃദയനാണ്. ഒന്നുകൂടെ എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കാവോ? he is a heart-hearted person. ഇനി നമുക്ക് രണ്ടാമത്തെ സെൻറ്റൻസിലേക്ക് പോവാം. ഞാൻ നിന്നെ അറിയാതെ വേദനിപ്പിച്ചു. ഓക്കെ, അത് ചിലപ്പോൾ മാനസികമായിട്ടായിരിക്കും, ശാരീരികമായിട്ടായിരിക്കും, എങ്ങനെ തന്നെയാണെങ്കിലും ഞാൻ നിന്നെ അറിയാതെ വേദനിപ്പിച്ചു എന്ന് നമ്മൾ പറയും അല്ലേ? നമുക്കത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കാന്ന് പറയൂ? ഐ ഹേർട്ട് യു അൺനോയിങ്ലി. ഓക്കെ, ഹേർട്ട് എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു കോമൺ യൂസേജിലൊക്കെ നമ്മൾ കൊണ്ടുവരാറുള്ളൊരു വാക്കാണ്, വേദനിപ്പിക്കുക എന്ന് പറയുന്നൊരു വാക്ക്. ഓക്കെ, ഐ ഹേർട്ട് യു അൺനോയിങ്ലി. ഞാൻ നിന്നെ അറിയാതെ വേദനിപ്പിച്ചു. ഞാൻ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. നമ്മുടെ മൂന്നാമത്തെ സെൻറ്റൻസ് ആണോ, ഞാൻ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. ഓക്കെ, ചിലപ്പോൾ പല പോലീസ് കേസുകൾ അല്ലെങ്കിൽ അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഒരു സെൻറ്റൻസ് ആണ്, ഞാനതിൽ ഉൾപ്പെട്ടിട്ടില്ല, ഞാനതിലില്ല, ഞാനതിൽ ഉൾപ്പെടാത്ത ഒരാളാണ് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? ഞാനതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നിങ്ങനെ പറയാം. ഐ എം നോട്ട് ഇൻവോൾവ്ഡ് ഇൻ ദസ്. ഓക്കെ, ഐ എം നോട്ട് ഇൻവോൾവ്ഡ് ഇൻ ദസ്. ഓക്കെ, ഞാനിതിൽ ഉൾപ്പെട്ടിട്ടില്ല. ഐ എം നോട്ട് ഇൻവോൾവ്ഡ് ഇൻ ദസ്. ഓക്കെ, ഞാനിതിൽ ഉൾപ്പെട്ടിട്ടില്ല. ഓക്കെ, അപ്പം നിങ്ങളായാലും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സംഗതി ഉണ്ട്, ഒരു കാര്യം സംഭവിച്ചു, അതിൽ നിങ്ങളൊരു ഭാഗമായിരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും പറയാം ഐ എം നോട്ട് ഇൻവോൾവ്ഡ് ഇൻ ദസ്. ഓക്കെ, ഐ എം നോട്ട് ഇൻവോൾവ്ഡ് ഇൻ ദസ്. സംസാരിച്ച സമയം കളയരുത്. ഓക്കെ, സംസാരിച്ച സമയം കളയരുത്. നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ ജോലി ചെയ്യുമ്പോൾ, കുഞ്ഞുങ്ങൾ പഠിക്കുമ്പോഴൊക്കെ ഒരുപാട് സംസാരിക്കുമ്പോൾ നമ്മൾ പറയാറുള്ള ഒരു സെൻറ്റൻസ് ആണ് സംസാരിച്ച് സമയം കളയരുത്. സംസാരിച്ച് സമയം കളയരുതെന്ന് ഇംഗ്ലീഷ് പറയാൻ വളരെ എളുപ്പമാണ്. ഇതിങ്ങനെ പറഞ്ഞാൽ മതി, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ബൈ ടോക്കിംഗ്. ഓക്കെ, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ബൈ ടോക്കിംഗ്. ഓക്കെ, സംസാരിച്ച് സമയം കളയരുത്. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ബൈ ടോക്കിംഗ്. ഓക്കെ, എങ്ങനെ പറയാം? ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ബൈ ടോക്കിംഗ്. വളരെ എളുപ്പമാണ് അല്ലേ? ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഒപ്പം പറഞ്ഞു നോക്കി കേട്ടോ. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ബൈ ടോക്കിംഗ്. ഇനി നമുക്ക് അഞ്ചാമത്തെ സെൻറ്റൻസിലേക്ക് പോകാം. ഇതിലെന്താ ഇത്ര പ്രത്യേകത? ഓക്കെ, ചില ആളുകൾ വലിയ കാര്യമായിട്ട് വലിയ സംഭവമായിട്ട് ചില കാര്യമൊക്കെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മളത് ചിലപ്പോൾ മുൻപ് കണ്ടിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടൊക്കെ ആയിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ നമ്മൾ പലപ്പോഴും ചോദിക്കും ഇതിലെന്താ ഇത്രയ്ക്ക് പ്രത്യേകത എന്ന് ചോദിക്കല്ലേ? വാട്ട് ഈസ് സോ സ്പെഷ്യൽ ഇൻ ഇറ്റ്? ഓക്കെ, വാട്ട് ഈസ് സോ സ്പെഷ്യൽ ഇൻ ഇറ്റ്? ഓക്കെ, അങ്ങനെയാണ് നമ്മളത് ഇംഗ്ലീഷിൽ പറയാം കേട്ടോ. എങ്ങനെ പറയാം? വാട്ട് ഈസ് സോ സ്പെഷ്യൽ ഇൻ ഇറ്റ്? ഓക്കെ, വാട്ട് ഈസ് സോ സ്പെഷ്യൽ ഇൻ ഇറ്റ്? ഓക്കെ, ഇതിലെന്താ ഇത്ര പ്രത്യേകതയുള്ളത്? വാട്ട് ഈസ് സോ സ്പെഷ്യൽ ഇൻ ഇറ്റ്? ഇനി നമുക്ക് ആറാമത്തെ സെൻറ്റൻസിലേക്ക് പോകാം. അവൻ അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു. ഓക്കെ, അവൻ അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുത്തു. ഓക്കെ, നമ്മൾ പലപ്പോഴും പറയാറുള്ള കാര്യമാണ് പല ആളുകളെക്കുറിച്ച്. ചിലപ്പോൾ നമ്മൾ തന്നെ പറയും ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുത്തു എന്നൊക്കെ. ഓക്കെ, അപ്പം എങ്ങനെ നമുക്കത് ഇംഗ്ലീഷിൽ പറയാം? ഹി ഹാസ് ഫുൾഫിൽഡ് ഹിസ് ഡിസയേഴ്സ്. ഓക്കെ, എങ്ങനെയാണ് പറയാം? ഹി ഹാസ് ഫുൾഫിൽഡ് ഹിസ് ഡിസയേഴ്സ്. ഓക്കെ, അവൻ അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചെടുത്തു. ഹി ഹാസ് ഫുൾഫിൽഡ്
his desires. Okay, he has fulfilled his desires. എന്നെന്താ വിളിക്കാതിരുന്നത്? പലപ്പോഴും നമ്മൾ അലാമൊക്കെ വെക്കാതെ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് രാവിലെ നേരം വൈകി എണീറ്റ് ധൃതിയിൽ ചിലപ്പോൾ നമ്മൾ വീട്ടിലുള്ളവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തെന്നെ വിളിച്ചെണീപ്പിക്കാറുണ്ട്, എന്തെന്നെ വിളിക്കാതിരുന്നത് എന്ന് ചോദിക്കും അല്ലേ? ഓക്കെ, നമുക്ക് എങ്ങനെയാണ് അത് ഇംഗ്ലീഷിൽ ചോദിക്കുക? കുറച്ച് ദേഷ്യപ്പെട്ടിട്ടാണെങ്കിൽ അടുത്ത പ്രാവശ്യം തുടങ്ങി ഇംഗ്ലീഷിൽ ചോദിച്ചോ, ഇങ്ങനെ ചോദിച്ചേക്കണം, why didn't you wake me up? Okay, why didn't you wake me up? Okay, why didn't you wake me up? Okay, എന്നെ എന്തുകൊണ്ടാണ് വിളിക്കാതിരുന്നത്, എന്തുകൊണ്ടാണ് എന്നെ വിളിക്കാതിരുന്നത് എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് ആ സമയത്ത് ഇംഗ്ലീഷിൽ പറയാൻ പറ്റിക്കൊള്ളുന്നില്ല. എന്നാലും ഒന്ന് ട്രൈ ചെയ്താൽ നല്ലതാണ്. why didn't you wake me up? അവന് ഇന്നലെ ഒരു ആക്സിഡൻറ്റ് പറ്റി, അവന് ഇന്നലെ ഒരു അപകടം പറ്റി. ഓക്കെ, നമ്മൾ പല രീതിയിൽ, ഇതൊരു റോഡ് ആക്സിഡൻറ്റ് തന്നെയാണെന്നില്ല, പല രീതിയിലുള്ള ആക്സിഡൻറ്റ്സ് ലൈഫിൽ സംഭവിക്കും. അപ്പം നമ്മളൊരാളോട് പറയണം, ഇത് ഇന്നലെ അവനൊരു അപകടത്തിൽ പെട്ടു കേട്ടോ, അവൻ ഇന്നലെ ഒരു അപകടത്തിലായി, അല്ലെങ്കിൽ അവൻ അപകടത്തിൽ പെട്ടു എന്ന് പറയാം. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് അത് ഇംഗ്ലീഷ് പറയാൻ സാധിക്കാന്ന് അറിയോ? ഹി met with an accident yesterday. Okay, he met with an accident yesterday. Okay, അവൻ ഇന്നലെ ഒരു ആക്സിഡൻറ്റിൽ പെട്ടു, ഒരു അപകടത്തിൽ പെട്ടു. He met with an accident yesterday. Okay, എങ്ങനെ പറയാം? He met with an accident yesterday. അപ്പോൾ നമ്മൾ ഈ ആക്സിഡൻറ്റിനെ കുറിച്ചൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, അപ്പോൾ എന്തെങ്കിലും കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും സീരിയസ് ആയിട്ടുണ്ടോ എന്നൊക്കെ പറയും. നമ്മൾ പറയും, ഒന്നും പേടിക്കാനില്ലെന്നേ, അങ്ങനെ വലിയ സാരമായിട്ടൊന്നുമില്ല, ഒന്നും പേടിക്കാനില്ല എന്ന് പറയാം. ഓക്കെ, ഒന്നും പേടിക്കാനില്ല എന്ന് നമ്മൾ എങ്ങനെയാണ് പറയാം? നത്തിങ് ടു വറി അബൌട്ട് ഇറ്റ്. ഓക്കെ, നത്തിങ് ടു വറി അബൌട്ട് ഇറ്റ്. ഓക്കെ, അങ്ങനെ പ്രത്യേകിച്ചൊന്നും പേടിക്കാനില്ല. നത്തിങ് ടു വറി അബൌട്ട് ഇറ്റ്. ഓക്കെ, നത്തിങ് ടു വറി അബൌട്ട് ഇറ്റ്, ഒന്നും പേടിക്കാനില്ല. നത്തിങ് ടു വറി അബൌട്ട് ഇറ്റ്. ഇനി നമ്മൾ 10ാമത്തെ സെൻറ്റൻസിലേക്ക് പോവാണ്. നീ എന്നേക്കാളും നല്ലതാട്ടോ. ഓക്കെ, നീ എന്നേക്കാളും നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ നീ എന്നേക്കാളും നല്ലതാണെന്ന് പറയണം. ചിലപ്പോൾ നമ്മൾ ഒരു എക്സാം ഒക്കെ എഴുതി റിസൾട്ടൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ കൂട്ടുകാരൻ്റെ റിസൾട്ട് നമ്മളെക്കാളും ബെറ്റർ ആയി കഴിയുമ്പോൾ നമ്മൾ പറയും, നീ കൊള്ളാലോ, നീ എന്നേക്കാളും ഭേദമാണല്ലോ എന്നൊക്കെ പറയും അല്ലേ? നീ എന്നേക്കാളും നല്ലതാണല്ലോ, നീ എന്നേക്കാളും ഭേദമാണല്ലോ എന്നൊക്കെ പറയും. ഓക്കെ, ഇങ്ങനെ നമുക്ക് പറയാം, യു ആർ ബെറ്റർ ദാൻ മീ. ഓക്കെ, യു ആർ ബെറ്റർ ദാൻ മീ. ഓക്കെ, ഇങ്ങനെ പറയാം, യു ആർ ബെറ്റർ ദാൻ മീ. ഓക്കെ, നമ്മളെക്കാളും ബെറ്റർ ആയിട്ട് ഒരാൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് പറയാം, യു ആർ ബെറ്റർ ദാൻ മീ. ഓക്കെ, ഒരു മോട്ടിവേഷനും കൂടിയാണ്. യു ആർ ബെറ്റർ ദാൻ മീ. ഞാൻ നിനക്ക് ആരാണ്? 11ാമത്തെ സെൻറ്റൻസ് ആണോ, ഞാൻ നിനക്ക് ആരാണ്. ഓക്കെ, എങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കുക? ഹു ആം ഐ ടു യു. ഓക്കെ, ഹു ആം ഐ ടു യു. ഓക്കെ, ഞാൻ നിനക്ക് ആരാണ്? ഹു ആം ഐ ടു യു. ഓക്കെ, ഞാൻ നിനക്ക് ആരാണ്? ഹു ആം ഐ ടു യു. ഓക്കെ, നമ്മൾ ചിലപ്പോൾ ദേഷ്യപ്പെട്ടൊക്കെ ചോദിക്കും, ഞാൻ നിനക്ക് ആരാ എന്ന് ചോദിക്കും അല്ലേ? ഇങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാന്ന് പറഞ്ഞാൽ ഹു ആം ഐ ടു യു. ഇനി നമുക്ക് 12ാമത്തെ സെൻറ്റൻസിൽ പോകാം. ഞാൻ നിന്നെ പോകാൻ അനുവദിക്കില്ല. ഞാൻ നിന്നെ പോകാൻ അനുവദിക്കില്ല. ഓക്കെ, ചിലപ്പോൾ വീട്ടിൽ നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഗസ്റ്റ് റിലേറ്റീവ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ പോകാനായിട്ട് ധൃതി വെക്കുമ്പോൾ നമ്മൾ പറയും, ഞാനൊന്നും നിന്നെ പോകാൻ അനുവദിക്കില്ല, ഞാൻ നിന്നെ പോകാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയും അല്ലേ? ഐ വിൽ നോട്ട് ലെറ്റ് യു ഗോ. ഓക്കെ, ഐ വിൽ നോട്ട് ലെറ്റ് യു ഗോ. ഞാൻ നിന്നെ പോകാൻ അനുവദിക്കില്ല. ഐ വിൽ നോട്ട് ലെറ്റ് യു ഗോ. ഇനി നമുക്ക് 13ാമത്തെ സെൻറ്റൻസിലേക്ക് പോകാം. ഓരോ ദിവസം കഴിയുന്നവർ ചൂട് കൂടിക്കൂടി വരാണ്. ഓരോ ദിവസം കഴിയുന്നവർ ചൂട് കൂടിക്കൂടി വരാണ് അല്ലേ? ഇപ്പോൾ വേനൽക്കാല സമയത്ത് ഇപ്പോഴൊക്കെ നമ്മൾ ശരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സമയമാണ്. ദിവസം കഴിയുന്നതോറും ചൂട് കൂടിക്കൂടി വരാണ്. ഓക്കെ, ഇറ്റ്സ് ഗെറ്റിംഗ് ഹോട്ടർ ഡേ ബൈ ഡേ. ഓക്കെ, ഇറ്റ്സ് ഗെറ്റിംഗ് ഹോട്ടർ ഡേ ബൈ ഡേ. ഓരോ ദിവസം കഴിയുന്നതോറും ചൂട് കൂടിക്കൂടി വരാണ്. ഇറ്റ്സ് ഗെറ്റിംഗ് ഹോട്ടർ ഡേ ബൈ ഡേ. ഓക്കെ, എങ്ങനെ പറയാം? ഇറ്റ്സ് ഗെറ്റിംഗ് ഹോട്ടർ ഡേ ബൈ ഡേ. ഇനി നമുക്ക് 14ാമത്തെ സെൻറ്റൻസിലേക്ക് കിടക്കാം. ഇത് വലിയ വ്യത്യാസമൊന്നും വരുത്തുന്നില്ല. ഓക്കെ, ചില സമയത്ത് ചില കാര്യങ്ങൾ റിപ്ലേസ് ചെയ്ത് നമ്മൾ ചിലപ്പോൾ ചില എക്യുപ്മെൻറ്റ്സ് മേടിക്കും, അല്ലെങ്കിൽ ചില ഡിസിഷൻസുകളിൽ മാറ്റം വരുത്തും. ഒക്കെ കഴിയുമ്പോൾ പഴയതുപോലെ തന്നെ ആയിരിക്കും വീണ്ടും അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുക. അപ്പോൾ നമ്മൾ പറയും, ഇത് വലിയ വ്യത്യാസമൊന്നും വരുത്തിയില്ല, അല്ലെങ്കിൽ ഇത് വലിയ വ്യത്യാസമൊന്നും വരുത്തുന്നില്ല എന്ന് നമ്മൾ പറയും അല്ലേ? ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി ഡിഫറൻസ്. ഓക്കെ, ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി ഡിഫറൻസ്. ഓക്കെ, എങ്ങനെ പറയാം? ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി ഡിഫറൻസ്. ഓക്കെ, ഇത് വലിയ വ്യത്യാസമൊന്നും വരുത്തുന്നില്ല അല്ലേ? ചിലപ്പോൾ നമ്മൾ കറണ്ട് ചാർജ് കുറയ്ക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ കൂടുതൽ റേഞ്ചൊക്കെ കിട്ടാൻ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ സിസ്റ്റം അപ്ഗ്രേഡ് ഒക്കെ ചെയ്യും, മൊബൈൽ അപ്ഗ്രേഡ് ഒക്കെ ചെയ്യും. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് വരാണ്ടാകുമ്പോഴാണ് പലപ്പോഴും നമ്മളിങ്ങനെ ഒരു സെൻറ്റൻസ് ഉപയോഗിക്കുക, ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി ഡിഫറൻസ്. അവൻ്റെ വാക്കുകൾ എനിക്ക് ശക്തി പകർന്നു, അവൻ്റെ വാക്കുകൾ എനിക്ക് ഊർജ്ജം നൽകി, ശക്തി പകർന്നു എന്നൊക്കെ പറയും അല്ലേ? ചില മോട്ടിവേഷണൽ വീഡിയോസ് കാണുമ്പോൾ, ചില ആളുകൾ നമ്മൾ ആശ്വസിപ്പിക്കാൻ വരുമ്പോൾ, ചില ആളുകൾ നമ്മളോട് സംസാരിച്ച് കഴിയുമ്പോൾ അവരുടെ വാക്ക് നമുക്കൊരു എക്സ്ട്രാ ഊർജ്ജം പ്രദാനം ചെയ്യും ഇല്ലേ? ആ സമയത്ത് നമ്മൾ പറയും, അവൻ്റെ വാക്കാണ് എന്നെ ശക്തിപ്പെടുത്തിയത്, അവൻ്റെ വാക്കുകൾ എനിക്ക് ശക്തി പകർന്നു എന്നൊക്കെ പറയും. ഓക്കെ, ഹിസ് വേർഡ്സ് സ്ട്രെങ്തൻ മീ. ഓക്കെ, ഹിസ് വേർഡ്സ് സ്ട്രെങ്തൻ മീ. എങ്ങനെ നമുക്കത് ഇംഗ്ലീഷ് പറയാം? ഹിസ് വേർഡ്സ് strengthen me. Okay, അവൻ്റെ വാക്കുകൾ എനിക്ക് ശക്തി പകർന്നു, ഊർജം പകർന്നു എന്നൊക്കെ പറയാം.
His words strengthen me. ഇനി നമുക്ക് 16ാമത്തെ സെന്റൻസിലേക്ക് പോവാം. നാണം വിചാരിക്കേണ്ട, മടി വിചാരിക്കേണ്ട എന്നൊക്കെ പറയാം. ഓക്കെ, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യമാണ്, ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് നാണം വിചാരിക്കേണ്ട, മടി വിചാരിക്കേണ്ട, അങ്ങ് സംസാരിക്കുക എന്ന് പറയും അല്ലേ. അപ്പോൾ ഇപ്പോഴൊക്കെ ഞാൻ ഉപയോഗിക്കാറുള്ള ഒരു വാക്കാണ്, ഒരു സെൻറ്റൻസ് ആണ്, ഡോണ്ട് ഹെസിറ്റേറ്റ്. ഓക്കെ, ഡോണ്ട് ഹെസിറ്റേറ്റ്. ഓക്കെ, മടി വിചാരിക്കല്ലേ, നാണം വിചാരിക്കേണ്ട എന്നൊക്കെ. നാണമല്ല എക്സാക്ട്ലി, മടി വിചാരിക്കല്ലേ എന്നാണ്, അല്ലെങ്കിൽ ഉപേക്ഷ വിചാരിക്കല്ലേ എന്നൊക്കെയാണ് നമ്മൾ പറയുക. ഡോണ്ട് ഹെസിറ്റേറ്റ്, ഡോണ്ട് ഹെസിറ്റേറ്റ്. ഒത്തിരി നല്ലതാകുന്നത് നല്ലതല്ല. ഒരു അടിപൊളി ഉപദേശം അല്ലേ. ഒത്തിരി നല്ലതാകുന്നത് നല്ലതല്ല. ഓക്കെ, ചില വലിയ സത്യസന്ധരൊക്കെ നമ്മൾ കാണുമ്പോൾ അത് നമുക്ക് പാരയായിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ അവരോട് പറയും, ഇത്രയും നന്നാവുന്നത് നല്ലതല്ല കേട്ടാ എന്നൊക്കെ പറയും അല്ലേ. ഒത്തിരി നന്നാവുന്നത് നല്ലതല്ല എന്ന് പറയും. ഓക്കെ, ഇറ്റ്സ് നോട്ട് ഗുഡ് ടു ബി ടു ഗുഡ്. ഓക്കെ, എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇറ്റ്സ് നോട്ട് ഗുഡ് ടു ബി ടു ഗുഡ്. ഓക്കെ, ഒത്തിരി നന്നാവുന്നത് നല്ലതല്ല. ഓക്കെ, ഒത്തിരി നല്ലവനാകുന്നത്, നല്ല ഉണ്ണിയാകുന്നത് നല്ലതല്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഇറ്റ്സ് നോട്ട് ഗുഡ് ടു ബി ടു ഗുഡ്. ഓക്കെ, അപ്പോൾ ഇനി മലയാളത്തിൽ പറഞ്ഞിട്ട് മനസ്സിലാവാത്തവരോട് നല്ല ഇംഗ്ലീഷിൽ വെടിപ്പായിട്ട് വൃത്തിയിൽ പറഞ്ഞേക്കണം. എങ്ങനെ? ഇറ്റ്സ് നോട്ട് ഗുഡ് ടു ബി ടു ഗുഡ്. ഓക്കെ, 18ാമത്തെ സെൻറ്റൻസ് ആണ്, ആരെയും വേദനിപ്പിക്കരുത്. ഓക്കെ, ആരെയും വേദനിപ്പിക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുത്തിനോട് പറയാണ് ഒത്തിരി നല്ലതാകുന്നത് നല്ലതല്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു തിരിച്ചുപദേശം തരാമെന്ന് വിചാരിച്ചോ. അങ്ങനെയൊക്കെ പറയില്ല, ആരും വേദനിപ്പിക്കുന്നത് നല്ലതല്ല എന്ന് പറയാണ്. ഓക്കെ, ഇങ്ങനെ നമുക്കത് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുക, ഡോണ്ട് ഹേർട്ട് എനിവൺ. ഓക്കെ, ഡോണ്ട് ഹേർട്ട് എനിവൺ. ഓക്കെ, ആരെയും വേദനിപ്പിക്കരുത്. അപ്പോൾ ഹേർട്ടിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് നമ്മുടെ മുന്നത്തെ സെൻറ്റൻസസിൽ. ഹേർട്ട് വേദനിപ്പിക്കുക എന്നുള്ളതാണെന്ന്. ഡോണ്ട് ഹേർട്ട് എനിവൺ, ആരെയും വേദനിപ്പിക്കരുത്. ഡോണ്ട് ഹേർട്ട് എനിവൺ. ഓക്കെ, ഡോണ്ട് ഹേർട്ട് എനിവൺ, ആരെയും വേദനിപ്പിക്കരുത്. എന്താ നീ ഇന്ന് ഒത്തിരി ക്ഷീണിതനായിരിക്കണേ? 19ാമത്തെ സെൻറ്റൻസ് ആട്ടോ. എന്താ നീ ഇത്രയും ക്ഷീണിതനായിരിക്കണം? അപ്പോൾ നമ്മൾ ചിലപ്പോൾ വലിയ ജോലിയൊക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഒരു കൊളീഗ് ഒത്തിരി ജോലിയൊക്കെ കഴിഞ്ഞ് വളരെ ടയേർഡായിട്ട് വരുമ്പോൾ നമ്മൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമായിരിക്കും, നീ എന്താ ഇത്രയും ടയേർഡായി കാണുന്നത്, നീ എന്താ ഇത്ര ക്ഷീണിതനായി കാണുന്നത് എന്ന്. ഇങ്ങനെ നമുക്കത് ഇംഗ്ലീഷിൽ ചോദിക്കാം, വൈ ആർ യു സോ ടയേർഡ്? ഓക്കെ, വൈ ആർ യു സോ ടയേർഡ്? ഓക്കെ, ഇതുകൊണ്ടാണ് നീ ഇത്രയും ക്ഷീണിതനായിരിക്കുന്നത്. വൈ ആർ യു സോ ടയേർഡ്? ഓക്കെ, എന്താ ഇത്രയും ക്ഷീണം? വൈ ആർ യു സോ ടയേർഡ്? ഞാൻ പഠിച്ച് മടുത്തു. ഓക്കെ, 20ാമത്തെ സെൻറ്റൻസ് ആണ്. 20ാമത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ചലഞ്ചിൻ്റെ 200ാമത്തെ സെൻറ്റൻസ് ആണ്. ഓക്കെ, ഞാൻ പഠിച്ചു മടുത്തു. ഓക്കെ, ഐ എം ടയേർഡ് ഓഫ് സ്റ്റഡിങ്. ഐ എം ടയേർഡ് ഓഫ് സ്റ്റഡിങ്. ഓക്കെ, സ്പെഷ്യലി ഈ ദിവസങ്ങൾ പബ്ലിക് എക്സാംസിൻ്റെ ഒക്കെ സമയമായി കഴിയുമ്പോൾ പിള്ളേരുടെ അടുത്ത് പഠിക്കണില്ലേ എന്നൊക്കെ ചോദിക്കും. പിള്ളേർ പറയും പഠിച്ചു മടുത്തു സാറേ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ഐ എം ടയേർഡ് ഓഫ് സ്റ്റഡിങ്. ഓക്കെ, ഐ ആം ടയേർഡ് ഓഫ് സ്റ്റഡിങ്. ഓക്കെ, ഞാൻ പഠിച്ച് മടുത്തു. ഓക്കെ, അങ്ങനെ നമ്മൾ 200 സെൻറ്റൻസസ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തേക്കാണ്. ഒന്ന് പേഴ്സണലി അപ്രീഷിയേറ്റ് ചെയ്തോളൂ ഓരോരുത്തരെയും. 200 സെൻറ്റൻസസ് പഠിച്ചെടുത്തത്. നമ്മുടെ ചലഞ്ച് നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ 10 ദിവസം കൊണ്ട് 200 സെൻറ്റൻസസ് നമ്മൾ പഠിച്ചെടുക്കും. ആ 200 സെൻറ്റൻസസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടെ നമ്മൾ ലാംഗ്വേജ് ഒത്തിരി ഡെവലപ്പ് ചെയ്യുന്നു. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ 200 സെൻറ്റൻസസും നിങ്ങൾ എഴുതിയെടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഡെയിലി ലൈഫിൽ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ നിങ്ങളുടെ ലാംഗ്വേജ് ഒത്തിരി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകുന്നു. അങ്ങനെ തന്നെ എനിക്ക് ഒരുപാട് പേര് കമൻ്റായിട്ടും അല്ലാതെയും മെസ്സേജ് അയക്കാറുണ്ട്. ഒരുപാട് സഹായമായിരുന്നു ഈ 10 ദിവസത്തെ ഇംഗ്ലീഷ് ചലഞ്ച്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് ചലഞ്ചിൻ്റെ വീഡിയോസ് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യണം, നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഒപ്പം ചലഞ്ച് തീർന്നു എന്ന് വിചാരിച്ച് നമ്മുടെ ചാനലിൽ വീഡിയോ നിൽക്കണില്ല കേട്ടോ. നമ്മൾ മുൻപത്തെ പോലെ തന്നെ ആ ലെസൺസ് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകും. ഇതുപോലെ ഇനി കുറച്ച് ലെസൺസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും മറ്റൊരു ചലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യണം, സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കതിന് അവൈലബിലിറ്റി ഉണ്ട്. നമ്മുടെ ട്രെയിനേഴ്സ് നിങ്ങളെ പഠിപ്പിക്കാൻ റെഡിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. Until then, it's bye from Linto.